നമ്മൾ മോമിനിയങ്ങൾ എല്ലാവരും ആര് തന്നതാ? ബാപ്പ തന്നാ ഇവിടെ തരാൻ? ഓക്കെ. ആ, ചെറിയ മക്കളോട് സംഭാവന വാങ്ങാൻ പറ്റൂല അല്ലേ? ബാപ്പ തരാൻ വേണ്ടി തന്നാന്ന് പറഞ്ഞാൽ വാങ്ങാം. അല്ലാതെ ചെറിയ കുട്ടികൾ ചിലരുണ്ട് പുരക്ക് ഇവിടെ എന്താ പറയാറില്ല, വഞ്ചി എന്നാ പറയാ, ഇങ്ങനെ പൈസ ഇട്ട് വെക്കുന്ന വണ്ടി, ഞങ്ങളുടെ നാട്ടിൽ തൂത്തി എന്നൊക്കെ പറയും, വഞ്ചി. അങ്ങനെ പൈസ ഇട്ട് വെക്കുന്ന ചില വഞ്ചി ഉണ്ടാവും. അതിൽ ചെറിയ കുട്ടികൾക്ക് ചിലർക്ക് റമദാനിലൊക്കെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കും. എനിക്കൊക്കെ പണ്ട് കാലത്ത് എൻ്റെ അമ്മോച്ചനൊക്കെ പൈസ തന്നിരുന്നു ചെറിയ കുട്ടിക്കാലത്ത്. അമ്മോച്ചൻ കുട്ടിക്കാലത്ത് എങ്ങനെ പൈസ തരിക നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും. ക്ലിപ്പിൻ്റെ കാലമല്ലേ. എൻ്റെ അമ്മാവൻ്റെ മകനാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ തറവാട് വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മോച്ചൻ അന്ന് തന്നെ എനിക്ക് റമദാനിൽ കുട്ടിക്കാലത്ത് പൈസ തരാറുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ തരാറുണ്ട്. അങ്ങനെ ചിലർക്ക് കൊടുക്കും, സ്വാഭാവികമാണ്. ഞാനൊരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ പാസ്പോർട്ട് പെട്ടിയിൽ വെച്ച് പെട്ടി ലഗേജിലിട്ടു എന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ വന്നപ്പോൾ പെട്ടി കിട്ടാതെ ബുദ്ധിമുട്ടിയത്. അപ്പം ഞാൻ 500 റുപ്യ സിറാജുലിലേക്ക് നേർച്ചയാക്കി. ഈ പെട്ടി പിന്നെ ബോംബെയിൽ നിന്ന് കിട്ടി. ഉണ്ടായൊരു സംഭവമാണ്. പക്ഷെ പലർക്കും സംശയമായി, ലഗേജിൽ പാസ്പോർട്ട് ഇട്ടാൽ പിന്നെ പോരാൻ കഴിയുമോ? ശരിയല്ലേ? അവർ സംശയം ശരിയല്ലേ? പാസ്പോർട്ട് കയ്യിലില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുമോ? പക്ഷെ പാസ്പോർട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒന്ന് വിസയുള്ള പാസ്പോർട്ടും ദുബായ് വിസയുള്ള പാസ്പോർട്ടും, ഒന്ന് ദുബായ് വിസ ഇല്ലാത്ത പുതിയ പാസ്പോർട്ട്. പുതിയ പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടാണ് ഹജ്ജിന് പോയത്. പഴയ പാസ്പോർട്ട് ദുബായ് വിസയുള്ള പാസ്പോർട്ടാണ്, അതാണ് പെട്ടിയിൽ വെച്ച്. അപ്പം പറഞ്ഞത് ശരിയാണ്, പക്ഷേ സംശയം ഉണ്ടാക്കുന്ന നോക്കിയത് പോരെ. അങ്ങനെ പാസ്പോർട്ട് ലഗേജിൽ ഇട്ടിട്ട് എങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ആരും സംശയിച്ചു. രണ്ട് പാസ്പോർട്ടാണ്. ഇതുപോലെയാണ് ഈ ക്ലിപ്പുകാരൊക്കെ എല്ലാ സംശയം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇടക്കങ്ങ് പറഞ്ഞതാ. സംശയം ഉണ്ടാക്കുന്ന ക്ലിപ്പുകാരൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സംശയം വരണാച്ച് പറഞ്ഞാണ് അമ്മോശം തരാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ എന്ത് ചെയ്യും, ചിലപ്പോൾ പൈസ കൊടുക്കും. അത് ഇവരിങ്ങനെ ചെറിയ പെട്ടിയിലൊക്കെ ഇട്ട് വെക്കും. ചിലപ്പോൾ ഈ കുട്ടികൾ നല്ല വയല് കേട്ടാൽ, അല്ലെങ്കിൽ പുരയിലൊരു ഉസ്താദ് വന്നാൽ, അല്ലെങ്കിൽ തങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ കുട്ടികൾ ചിലപ്പോൾ എടുത്തിട്ട് സംഭാവനയായിട്ട് ഉപ്പയും ഉമ്മയിലും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നു, എനിക്ക് കൊടുക്കും. അപ്പോൾ വാങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ചെറിയ കുട്ടികളോട് വാങ്ങാൻ പറ്റൂല. അതേ സമയത്ത് കുട്ടികൾക്ക് അങ്ങനെ സംഭാവന കൊടുക്കണം എന്ന് ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാപ്പ അവരെ കൈ കൊടുക്കുക, അവരെ കൈ കൊണ്ട് കൊടുപ്പിക്കുക. അത് ബാപ്പാൻ്റെ പൈസയാണ്, വരല്ല. കുട്ടികളെ പൈസ സംഭാവന കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല. കുട്ടികളെ പൈസ സംഭാവന കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല. കാരണം അത് അവർക്ക് വേറെ ആരല്ലോ കൊടുത്ത പൈസയാണ്, അത് അവരതാണ്. അത് അവരുടെ ചിലവിന് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അവരെ മദ്രസയിലെ പള്ളീൻ്റെ സ്കൂളിൻ്റെ മറ്റേ ചിലവിന് വേണ്ടി, അവരെ ചിലവിന് വേണ്ടി, അവരെ പുസ്തകം വാങ്ങാൻ, അവരെ ഭക്ഷണത്തിനൊക്കെ വേണം ചിലവഴിക്കാം. അതേസമയം ചിലവ് കൊടുക്കൽ നിർബന്ധമായ ബാപ്പുള്ളപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതേസമയത്ത് കുട്ടികളെ പൈസ സംഭാവന കൊടുത്താൽ വാങ്ങാൻ പാടില്ല. അപ്പോൾ കുട്ടികളോട് ചോദിക്കണം. അതുകൊണ്ട് ആ ചെറിയ കുട്ടി യാത്ര കൊണ്ട് തന്നപ്പോൾ ചോദിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ ഏത് കാര്യവും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളുടെ അടുത്ത് ഒരിക്കലും ഒരു ഹക്ക് കുടുങ്ങിപ്പോകാൻ പാടില്ല. നമ്മളത് അങ്ങോട്ട് കുടുങ്ങിപ്പോയാൽ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ആഖിറത്ത് കിട്ടും. ഇങ്ങോട്ട് കുടുങ്ങിപ്പോയാൽ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ആഖിറത്ത് കുടുങ്ങിപ്പോകും. അപ്പോൾ എപ്പോഴും ഹക്കിനെ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.